ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമൃദ്ധമായ മത്സ്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. 5-ാം ദിവസം ദൈവം ആകാശത്തിലെ പക്ഷികളെയും സമൃദ്ധമായ മത്സ്യങ്ങളെയും സൃഷ്ടിച്ചു. ഈ വലുതും വിശാലവുമായ കടൽ, അതിൽ ചെറുതും വലുതുമായ എണ്ണമറ്റ ജീവികളുമുണ്ടെന്ന് സങ്കീർത്തനം 104-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മത്സ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവ വെള്ളത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും അവ ഒരിക്കലും ശ്വാസം മുട്ടി മരിക്കുന്നില്ല. ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്തെന്നാൽ അവർ വർഷങ്ങളോളം കടലിലെ ഉപ്പുവെള്ളത്തിലായിരുന്നെങ്കിലും അവർ ആ ഉപ്പ് തങ്ങളുടെ വ്യവസ്ഥിതിയിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ അവരുടെ സാഹചര്യങ്ങളെ ജയിച്ച് ജീവിക്കുക. അതുപോലെ ദൈവമക്കളിലുള്ള ക്രിസ്തുവിൻ്റെ ജീവിതം അവരെ കാത്തു സൂക്ഷിക്കുകയും പാപങ്ങൾ അവരിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യും. അവർക്ക് വിജയകരമായ ജീവിതം നയിക്കാനും കഴിയും. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ പാപം ചെയ്യുന്നില്ല. അവൻ്റെ സന്തതി അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ പാപം ചെയ്യാൻ അവന് കഴിയുകയില്ല എന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരമൊരു വിശുദ്ധിയുണ്ടോ? മത്സ്യം കർത്താവായ ദൈവത്തിന് കീഴടങ്ങുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക. യോനാ പ്രവാചകനെ അനുസരിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു മത്സ്യത്തെ തിരഞ്ഞെടുത്തു. യോനയെ വിഴുങ്ങുവാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ ഒരുക്കി എന്ന് തിരുവെഴുത്ത് പറയുന്നു. യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെലവഴിച്ചു. അവൻ അതിനെ മത്സ്യത്തിൻ്റെ വയറായി കണക്കാക്കിയില്ല. എന്നാൽ പാതാളത്തിൻ്റെ ഉദരത്തിനുള്ളിലെന്ന് യോന 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നാണ് യോന അനുസരണത്തിൻ്റെ വിലപ്പെട്ട പാഠം പഠിച്ചത്. തിരുവെഴുത്ത് യോന 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ അങ്ങനെ കർത്താവ് മത്സ്യത്തോട് പറഞ്ഞു, അത് യോനയെ ഉണങ്ങിയ നിലത്ത് ഛർദ്ദിച്ചു എന്ന് കാണാൻ കഴിയും. ദൈവവചനത്തോടുള്ള അനുസരണമാണ് നമുക്ക് അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വഴിപാട്. അത് പ്രസംഗിക്കുന്നതിനേക്കാളും ബലി അർപ്പിക്കുന്നതിനേക്കാളും മഹത്തരമാണ്. മുഴുവൻ പ്രകൃതിയും എല്ലാ ജീവജാലങ്ങളും കർത്താവിനെ അനുസരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നത് എത്ര പ്രധാനമാണ്. പത്രോസിന് നികുതി അടയ്ക്കാൻ പണമില്ലാതായപ്പോൾ കർത്താവായ യേശു അവനെ നോക്കി മത്തായി സുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു എന്ന്. ആ മത്സ്യം വായിൽ വെള്ളിയുമായി എത്ര നേരം കാത്തിരിക്കും? വായിലെ വെള്ളിയിൽ മുറുകെ പിടിക്കാൻ മത്സ്യത്തിന് വളരെ ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാകുമായിരുന്നു. പത്രോസ് പിടിക്കുന്നതുവരെ ആ മത്സ്യത്തിന് ഒന്നും കഴിക്കാനും കഴിഞ്ഞില്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് എല്ലാ മത്സ്യങ്ങളെയും സൃഷ്ടിച്ചത്. മനുഷ്യർക്കുള്ള ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവർ നമ്മെ അത്ഭുതകരമായി ഓർമ്മിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ലൂക്കോസ് 5-ാം അധ്യായം 4-ാം വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 6-ാം അധ്യായം 22 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.